നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നീറ്റ് എക്സാമിന്, അതായത് ഇന്ത്യയിലെ നാഷണൽ ലെവലിൽ തന്നെ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ മേഖലകളിലുള്ള കുറേയധികം കോഴ്സുകൾക്ക് ഉള്ള അഡ്മിഷനെ ഉള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നീറ്റ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ +2 സയൻസ് ഗ്രൂപ്പ്, ബയോളജി ഗ്രൂപ്പ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന നീറ്റ് എക്സാമിൽ അതിൽ കിട്ടുന്ന റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഒരു MBBS അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു BDS അഡ്മിഷൻ, BAMS, BHMS, BUMS, വെറ്റിനറി സയൻസ് പോലെയുള്ള ഒട്ടനവധി മേഖലകളിലേക്കുള്ള ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും. അപ്പോൾ ആ എക്സാമിന് ഈ വർഷം കുറച്ച് അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. ഡേറ്റ്സിൻ്റെ കാര്യത്തിലും അതിൻ്റെ പാറ്റേണിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. ഏതായാലും അതിനെല്ലാം വിരാമമായി നമുക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൽ പറയുന്ന ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 26 വർഷത്തെ MBBS, BDS, BAMS, BHMS, BUMS പോലെയുള്ള എല്ലാ മെഡിക്കൽ കോഴ്സുകളുടെയും അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് പോലെയുള്ള കോഴ്സുകളുടെയും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് ഉള്ള അഡ്മിഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡം നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അതിൽ നീറ്റ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട NTA വെബ്സൈറ്റിൽ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തേക്കുന്ന കുറേയധികം ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കാൻഡിഡേറ്റ് ഒറ്റ ആപ്ലിക്കേഷനെ സബ്മിറ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫൈഡ് ആകാനുള്ള സാധ്യത അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, അതിന് പുറകെ അടുത്ത ഒരെണ്ണം കൂടെ സബ്മിറ്റ് ചെയ്ത് ആകെ കൺഫ്യൂഷൻ ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മിക്കവാറുമുള്ള ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. NTA വെബ്സൈറ്റിലൂടെ മാത്രമാണ് നീറ്റിനുള്ള ആപ്ലിക്കേഷൻ. അത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്ന മറ്റ് പല വാർത്തകളും പലയിടത്തും ഷെയർ ചെയ്യപ്പെടുന്നത് കണ്ടു. അതായത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഓഫ്ലൈനായി ആപ്ലിക്കേഷൻ കൊടുക്കാം. നോ, അങ്ങനെ ഒരു ഓപ്ഷനേ NTA ഇല്ല. വ്യക്തമായി അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്, നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ ഫോമിലുള്ള ആപ്ലിക്കേഷൻ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചില ഡേറ്റുകളൊക്കെ മാറ്റാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്പർച്യൂണിറ്റികൾ, പല വിവരങ്ങളും, അതിന് മുമ്പ് കൊടുത്ത പല വിവരങ്ങളും പിന്നെ മോഡിഫൈ ചെയ്യാനുള്ള അവസരം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ചില ഡേറ്റ്സിൻ്റെ കാര്യം മാത്രമൊക്കെ പിന്നെ മോഡിഫൈ ചെയ്യാനൊക്കെയുള്ള അവസരം നമുക്കുണ്ട്. അതല്ലാതെ നമ്മളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, പേരിൻ്റെ ഡീറ്റെയിൽസ് ആകാം, ഡേറ്റ് ഓഫ് ബർത്ത് ആകാം, പല വിവരങ്ങൾ നമ്മളതിൽ കൊടുക്കും. ഒട്ടനവധി ഇൻഫർമേഷൻ നമ്മളതിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പിന്നെ മോഡിഫൈ ചെയ്യാനുള്ള അവസരം ഇല്ല എന്നുള്ള കാര്യം വളരെ വളരെ സീരിയസ് ആയി കാണുക. അതായത് സബ്മിറ്റ് ബട്ടൺ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുത്ത വിവരങ്ങളെല്ലാം ശരിയാണ്, നമ്മളുടെ ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ, മുൻപുള്ള ഡോക്യുമെൻറ്റ്സിലെ വിവരങ്ങൾ, ഡേറ്റ് പോലത്തെ കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യതയുള്ളതാണ് എന്ന് വ്യക്തമായി ഉറപ്പാക്കുക. അതുപോലെ തന്നെ പല കുട്ടികളും, പല കാൻഡിഡേറ്റ്സും എല്ലാ വർഷവും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇത്തരം വളരെയധികം ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾക്ക് അവസാന ദിവസത്തേക്ക് കാത്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അവർ പറയുന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷന് ശേഷം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ശേഷമല്ല, ആ ദിവസം തന്നെ അപ്ലൈ ചെയ്യാം. ചില ആൾക്കാർ ആ ശേഷവും പ്ലാൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ചിലർ പ്രതീക്ഷിക്കാറുണ്ട്, ഇതിൽ ഒരു ഡേറ്റ് മുന്നോട്ട് തള്ളാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നവരും അതിന് പിറ്റേ ദിവസം ഇനി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ പിന്നെ അപ്ലൈ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നവർ വരെ ഉണ്ട്. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറുക. ലാസ്റ്റ് ഡേറ്റിൻ്റെ എപ്പോഴും പ്രശ്നം സെർവർ ബിസി വരാം, അല്ലെങ്കിൽ ഒട്ടനവധി പേര് അവസാന നിമിഷത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവസാന നിമിഷമായിരിക്കും ഏറ്റവും കൂടുതൽ റഷ് ആ ഒരു പോർട്ടലിലേക്ക് ഉണ്ടാകുക. ആ ദിവസം സെർവേഴ്സ് ക്രാഷായെന്ന് വരാം, നമ്മൾക്ക് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നു എന്ന് വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ ഇൻ അഡ്വാൻസ്, എന്തിനെ അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കണം, അതിന് നേരത്തെ തന്നെ കൃത്യമായിട്ട്
കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് NTA വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, റീവാല്യുവേഷൻ പോലെയുള്ള ആപ്ലിക്കേഷനുകൾ പരിഗണിക്കില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കിട്ടിയ മാർക്ക് വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടി അത് രണ്ടാമത് റീകാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ, അതല്ലെങ്കിൽ റീവാല്യുവേഷൻ രണ്ടാമത് വാല്യുവേറ്റ് ചെയ്യാനായിട്ടുള്ള അപേക്ഷ കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ഫീസ് പേ ചെയ്യുമല്ലോ, എക്സാം ഫീ നമ്മൾ അതിൻ്റെ കൂടെ പേ ചെയ്യുമല്ലോ. ആപ്ലിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീനിൽ നമ്മൾ ഫീ അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓൺലൈനായി തന്നെ നമ്മൾ ഫീസ് അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കൺഫർമേഷൻ പേജ് കിട്ടും. ഇതെല്ലാം നമ്മൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ ഏത് രീതിയിലാണോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സൂക്ഷിച്ച് വെക്കുക. പ്രത്യേകിച്ച് സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ, കാരണം അതാണ് നമ്മുടെ ആപ്ലിക്കേഷനെ യുണീക്കായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും, അത് സൂക്ഷിച്ച് വെക്കുക. പേയ്മെൻറ്റ് അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, അതും സൂക്ഷിച്ച് വെക്കുക. ഒരു ഇമെയിൽ ID യും മൊബൈൽ നമ്പറും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആപ്ലിക്കേഷനോടൊപ്പം. അത് ഒന്നുകിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ മൊബൈൽ നമ്പർ ഇമെയിൽ ID ആയിരിക്കുക, അല്ലെങ്കിൽ പേരൻറ്റിൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ID യും ആയിരിക്കുക. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിലേക്കാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ടെസ്റ്റ് ഡേറ്റ്സുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ പാറ്റേണിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഷെഡ്യൂളിനെ കുറിച്ചാകാം. പ്രധാനപ്പെട്ട പല വിവരങ്ങളും NTAക്ക് നമുക്ക് തരണമെങ്കിൽ, നമ്മുടെ സൈഡിലേക്ക് തരണമെങ്കിൽ അത് ഈ നമ്പറിലൂടെയും ഇമെയിലിലൂടെയും തരിക. പലരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരാളിനെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഏൽപ്പിക്കും. അവരുടെ മൊബൈൽ നമ്പർ ആയിരിക്കും അവർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കും. അതിലൂടെ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഒന്നും അവർ പിന്നീട് ശ്രദ്ധിക്കണമെന്ന് പോലുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒന്നുകിൽ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ പേരൻറ്റിൻ്റെ ഇമെയിൽ ID മൊബൈൽ നമ്പർ. അപ്പോൾ ഇതിലേക്കായിരിക്കും കൺഫർമേഷൻ പേജ്, OMR ഷീറ്റിൻ്റെ ഒരു സ്കാൻഡ് കോപ്പിയുണ്ട്. അതുപോലെ തന്നെ ഈ ഇമെയിലിലേക്കായിരിക്കും സ്കോർ കാർഡിൻ്റെ സ്കാൻഡ് കോപ്പി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയ മാർക്കിനെയാണ് സ്കോർ കാർഡെന്ന് ഉദ്ദേശിക്കുന്നത്. ആ സ്കോർ കാർഡ് അല്ലെങ്കിൽ OMR ഷീറ്റ്, ഇതിൻ്റെ എല്ലാ സ്കാൻഡ് കോപ്പീസ് NTA നമുക്ക് തരും. അത് ഈ പറയുന്ന ഇമെയിൽ IDയിലേക്കായിരിക്കും നമ്മൾ തരിക എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ആക്സെപ്റ്റ് ചെയ്യാനൊരു കാര്യം ചോദിക്കും. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ കൺഫർമേഷൻ പേജ്, അതുപോലെ അഡ്മിറ്റ് കാർഡ്, അതായത് നമ്മളുടെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഈ അഡ്മിറ്റ് കാർഡ്, പരീക്ഷ എഴുതാൻ പോകാനുള്ള ആ അഡ്മിറ്റ് കാർഡ്. അതുപോലെ തന്നെ OMR ഷീറ്റിൻ്റെ സ്കാൻ, പിന്നെന്താണ് ഇതുപോലത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ ഡിജി ലോക്കറിലൂടെ നമുക്ക് ലഭിക്കാൻ ഉള്ള അവസരമുണ്ട്. നിങ്ങളൊരു പക്ഷേ ഈ ഡ്രൈവിംഗ് ലൈസൻസും നമ്മളുടെ വണ്ടിയുടെ രേഖകളും ഒക്കെ ആധാർ കാർഡും ഒക്കെ സൂക്ഷിക്കാനുള്ളൊരു സംവിധാനമാണ്, സർക്കാർ തന്നെ തരുന്ന സംവിധാനമാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. അത് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ DigiLocker.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. ഡിജി ലോക്കറിൻ്റെ സ്പെല്ലിംഗ് DIGILOCKER.gov.in. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറി ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ആധാർ കാർഡിലൊക്കെ കൊടുത്ത മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ബാങ്ക് രേഖയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഒക്കെ കൊടുത്ത ആ നമ്പർ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിൻ്റെ പേരിൽ ഒരു ഡിജി ലോക്കർ നമുക്ക് കിട്ടും. അതിനുള്ളിൽ ആ നമ്പർ ഉപയോഗിച്ച് നമുക്ക് അവൈൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നൽകിയിട്ടുള്ള സർക്കാർ ID പ്രൂഫുകൾ, അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് അതെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അതിലൂടെ നമുക്ക് ഏതും കിട്ടും. NTAയിൽ നിന്നുള്ള അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ കൺഫർമേഷൻ പേജ്, നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ കൺഫർമേഷൻ പേജ്, അഡ്മിറ്റ് കാർഡ്, സ്കോർ കാർഡ്, OMR ഷീറ്റിൻ്റെ സ്കാൻ കോപ്പി, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഉമംഗ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ആപ്പുണ്ട്. ഈ ഉമംഗ് എന്ന് പറയുന്ന ആപ്പ് UMANG. അപ്പോൾ ഈ ഉമംഗ് ആപ്പിലൂടെയോ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 വെബ്സൈറ്റ് ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഒരു തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടതില്ല. അത് പ്രത്യേകം ഓർക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം മിസ്സായി ഉടനെ നമ്മൾ അവരുടെ അഡ്രസ്സ്, NTAയുടെ അഡ്രസ്സും ഒക്കെ കണ്ടെത്തി അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്താൽ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഒരു രേഖയും, അത് ഫോട്ടോഗ്രാഫ് ആയിക്കോട്ടെ, നമ്മളുടെ ID പ്രൂഫ്സ് ആയിക്കോട്ടെ, ഒരു തരത്തിലുള്ള സാധനങ്ങളും ഇമെയിലായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റിലോ അയച്ചു കൊടുക്കണമെന്ന് NTA ആവശ്യപ്പെടുന്നില്ല. ആപ്ലിക്കേഷൻ പൂർണ്ണമായും ഓൺലൈൻ മോഡിൽ തന്നെയാണ്
ആപ്ലിക്കേഷൻ പോർട്ടലിൽ കൂടെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇമെയിലായിട്ട് അയക്കുകയോ പോസ്റ്റിൽ അയക്കുകയോ ചെയ്യുന്ന രീതിയില്ല. അതുപോലെ തന്നെ ഈ നീറ്റ് എക്സാമിൻ്റെ സിലബസ് ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ NTA വെബ്സൈറ്റിലുണ്ട്. NTAയുടെ വെബ്സൈറ്റ് കയറിയാൽ, ആ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. NTAയുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, അതായത് ഒരു വലിയ ബുക്ക്ലെറ്റ് പോലെ PDF ഫോർമാറ്റിലുള്ള സാധനമാണ്. അതിൽ വ്യക്തമായി ഓരോരോ പേജുകളിലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് ഡേറ്റ്, ഏത് ഡേറ്റിൽ ഓപ്പൺ ആവും, ഏത് ഡേറ്റിൽ ക്ലോസ് ആവും ആപ്ലിക്കേഷൻ, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NTA വെബ്സൈറ്റിൽ കയറുക, ആ നീറ്റ് സിലബസ് പോലെയുള്ള വിവരങ്ങൾ, ബാക്കി ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, ഇതെല്ലാം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ അനുബന്ധങ്ങളിലായിട്ട് ഉണ്ട്. അതിൽ ഓരോരോ ഏരിയസിലായിട്ട് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മേഖലയുള്ളത് ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് നമ്മൾ സ്കൂളുകളിലൊക്കെ പരീക്ഷ എഴുതാൻ സ്ക്രൈബിനെ വെക്കാറുണ്ട്. അത് സഹായി, എഴുത്തിനുള്ള സഹായിയെ വെക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് എഴുതുന്നവരെയാണ് സ്ക്രൈബ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഭിന്നശേഷിക്കാരാണ്, എഴുതാനുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സ്വാധീനക്കുറവുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് സ്ക്രൈബിനെ വെക്കാനുള്ള അതിനുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നുള്ളതും ഈ പറഞ്ഞ ഇൻഫർമേഷൻ ബുള്ളറ്റിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മുൻകാലങ്ങളിലെ എക്സാമിന് എങ്ങനെയായിരുന്നു എന്നെങ്ങനെ അറിയും? അവിടെ NTAയുടെ വെബ്സൈറ്റിൽ കയറാം. അതായത് NTA.ac.in, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റാണത്. NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. NTA.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയാൽ അവിടെ മുൻ വർഷങ്ങളിലുള്ള നീറ്റ് എക്സാമിൻ്റെ ചോദ്യ പേപ്പറുകൾ അല്ലെങ്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി മുൻ വർഷങ്ങളിലെ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നമുക്ക് അവിടെ നമ്മളെ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചിലരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ടൊന്നും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ സാങ്കേതികതയെല്ലാം ഒന്ന് കറക്റ്റായി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കോമൺ സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് NTA തന്നെ കുറേ സ്ഥലങ്ങളിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോമൺ സർവീസ് സെൻറ്ററിൽ പോയി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. എവിടെയാണ് ഈ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഉള്ളത്? അത് നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ ഓരോ ജില്ലകളിലുള്ളവർക്ക് അവർക്ക് സൗകര്യപ്പെടുന്ന ഈ കോമൺ സർവീസ് സെൻറ്റേഴ്സിൽ പോയി ഈ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് പോയി അത്തരം സെൻറ്റേഴ്സിൻ്റെ സഹായം എടുത്ത് ചെയ്യാൻ ശ്രമിക്കാം. അതിൻ്റെ ആവശ്യമില്ല. നോർമലി നിങ്ങൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിജിറ്റൽ ലിറ്ററസി ഒക്കെ ഉള്ള ഒരാളാണ് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അത് വേണമെങ്കിൽ അത്തരം അവസരങ്ങളുണ്ട്. അത് എവിടെയാണ് നിങ്ങളുടെ അടുത്ത ഡിജിറ്റൽ സർവീസ് സെൻറ്റർ ഉള്ളത് അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ ഉള്ളത് എന്ന് കണ്ടെത്തണമെങ്കിൽ അതിനുള്ള ഒരു ലൊക്കേറ്റർ അവർ NTA നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അവിടെ കയറി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇത്തരത്തിലുള്ള കോമൺ സർവീസ് സെൻറ്റർ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തി അതിൽ അവരുടെ സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് കൂടാതെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് റെഡിയായി ഇരിക്കുന്നതിനോടൊപ്പം നിങ്ങൾ 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോസും കൂടി എടുക്കണമെന്ന് അവരുടെ നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്നുണ്ട്. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആയിരിക്കണം. ഗ്രേയോ നീല കളറോ പച്ച കളറോ ഒന്നും ആയിരിക്കരുത്. പ്യുവർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോസും കൂടെ നിങ്ങൾ കരുതുക. അത് പല സമയത്ത് ടെസ്റ്റിൻ്റെ സമയത്തും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. ഇനി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക്, അതായത് NTAയുടെ വെബ്സൈറ്റ് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഫ്രീക്വൻ്റ് ആയിട്ട് അതിൽ കയറി നോക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ 2 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അതിനകത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. അവരുടെ വെബ്സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ www.nta.ac.in, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയാണ് NTA.ac.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി അപ്പോൾ പുതിയ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ഡേറ്റിൻ്റെ കാര്യത്തിലാകാം, അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ ആകാം, അത്തരം കാര്യങ്ങളൊക്കെ ആ വീഡിയോസിൽ അവരിടും. വീഡിയോസിലല്ല, അവരുടെ വെബ്സൈറ്റിൽ അവരിടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ. ഒരിക്കൽ അപ്ലൈ ചെയ്തു പിന്നെ ക്ലോസ് ചെയ്ത് മൈൻഡ് ചെയ്യാതിരിക്കാതെ സ്ഥിരമായിട്ട് NTA വെബ്സൈറ്റിൽ കയറി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID യിലേക്കും നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും അവർ
അപ്ഡേറ്റ് ചെയ്യും. അതും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ച് നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വളരെ ഷ്രൂഡായിട്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാതെ വളരെ ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമൊക്കെയായി ബന്ധപ്പെട്ട് ഇത്തരം വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.